Hi all, welcome to Competitive Cracker. എൻ്റെ പേര് നിഷ. എല്ലാവരും വളരെ അധികം പ്രതീക്ഷയോടുകൂടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സാം ആണ് RRB ALP എന്നുള്ളത് അല്ലേ. സോ ഏതൊരു എക്സാം ആണെങ്കിലും അതിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് തന്നെയാണ് അല്ലേ. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതിലാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു 100% പ്രിപ്പറേഷൻ ആവശ്യമാണ്. പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത് അല്ലേ. ഒന്ന് സിലബസ് അനാലിസിസ്, രണ്ട് PYQ അനാലിസിസ്. സിലബസ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ, നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് അനലൈസ് ചെയ്യണം. എന്താണ് പഠിക്കേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വേണ്ടത് അറിഞ്ഞു പഠിക്കുക എന്നുള്ളതാണ് സിലബസ് അനാലിസിസ് എന്ന് പറയാനുള്ളത്. ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ PYQ അനാലിസിസ് അല്ലേ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക. അതായത് മാറി വരുന്ന എക്സാം പാറ്റേണുകളെ കുറിച്ചും എക്സാമിന്റെ ഡിഫിക്കൽറ്റി ലെവലിനെ കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന എവിടെ നിന്നാ? PYQ അനാലിസിസ് ചെയ്യുന്ന അല്ലേ. അപ്പം നമ്മൾ പഠിച്ച നമ്മുടെ ടോപ്പിക്സ് ചെയ്യുന്ന മുൻകാല വർഷങ്ങളിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്, അതെങ്ങനെയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പൊ അതെങ്ങനെയാന്ന് നമുക്ക് നോക്കിയാലോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു PYQ ഡിസ്കഷൻ ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം RRB ALP സംബന്ധിച്ചിടത്തോളം സിലബസിൽ ജനറൽ സയൻസിൽ ഫിസിക്സിന്റെ പോർഷൻസ് ആണ് ഏതൊക്കെ? മെക്കാനിക്സ്, സൗണ്ട്, ലൈറ്റ്, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം മുതലായ കുറേ ടോപ്പിക്സ് ഉണ്ടല്ലേ ഫിസിക്സിൽ നിന്ന്. അപ്പൊ ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, മാച്ച് ദ ഫോളോയിങ് വിത്ത് ദ കറക്റ്റ് റെസ്പോൺസ്. അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയാട്ടെ. ഫസ്റ്റ് വാട്ട്, ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്. 1 കിലോവാട്ട് 3.6 into 10⁻⁶ ജൂൾ. 1 കിലോവാട്ട് അവർ 1000 വാട്ട്. 1 ഹോഴ്സ് പവർ 746 വാട്ട്. ഈ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളിത് കറക്റ്റ് ആയിട്ടൊന്ന് മാച്ച് ചെയ്യണം അല്ലെ. അപ്പൊ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് അനലൈസ് ചെയ്താലോ. വാട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, വാട്ട് എന്ന് പറഞ്ഞ എന്തിന്റെ SI യൂണിറ്റ് ആണ്? പവറിന്റെ SI യൂണിറ്റ് ആണ് വാട്ട് എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം പവർ എന്ന് വെച്ചാൽ എന്താണ്? വർക്ക് ബൈ ടൈം ആണ് അല്ലെ. വർക്ക് ബൈ ടൈം. നമുക്കറിയാം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ നമ്മൾ യൂണിറ്റ് എഴുതുമ്പോൾ എങ്ങനെ വരും? ന്യൂട്ടൺ മീറ്റർ ബൈ സെക്കൻഡ് എന്ന് വരും, ഓർ ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും അല്ലെ. സോ അത് ഏത് ഓപ്ഷൻ ആണ്? വാട്ട് അല്ലെ. സോ വാട്ടിന് നമുക്ക് എങ്ങോട്ട് ജോയിൻ ചെയ്യാം? ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ദെൻ സെക്കൻഡ് നിങ്ങൾ നോക്കിയേ, 1 കിലോവാട്ട് ആണ് അല്ലെ. നമുക്കറിയാലോ 1 കിലോവാട്ട് എന്ന് വെച്ചാൽ എത്ര വാട്ടാണ്? 1000 വാട്ടാണ് അല്ലെ. നമുക്ക് അറിയാവുന്ന കാര്യം. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് അതങ്ങ് ജോയിൻ ചെയ്യാലോ. 1 കിലോവാട്ട് എന്ന് വെച്ചാൽ 1000 വാട്ടാണ്. ദെൻ 1 കിലോവാട്ട് അവർ. 1 കിലോവാട്ട് അവർ എത്ര നമുക്ക് നോക്കിയാലോ. 1 കിലോവാട്ട് അവർ അല്ലെ. അപ്പൊ 1 കിലോവാട്ട് ഇൻറ്റു അവർ അല്ലെ. സോ നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ 1 കിലോവാട്ട് എന്ന് വെച്ചാൽ എത്ര വാട്ടാണ്? 1000 വാട്ടാണ് അല്ലെ. അപ്പൊ 1000 ഇൻറ്റു 1 അവറിനെ സെക്കൻഡ്സിലോട്ട് മാറ്റാം. 1 അവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3600 സെക്കൻഡ് ആണ് അല്ലെ. അതായത് അവറിനെ ആദ്യം നമ്മൾ മിനിറ്റിലോട്ട് മാറ്റണം, പിന്നെ മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റണം അല്ലെ. സോ നമുക്കിവിടെ എന്ത് കിട്ടും? ആൻസർ 3.6 into 10⁻⁶ ജൂൾ എന്ന് കിട്ടും അല്ലെ. ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും 3.6 into 10⁻⁶ ജൂൾ എന്ന് കിട്ടത്തില്ലേ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങോട്ട് മാച്ച് ചെയ്യാം? 1 കിലോവാട്ട് എന്ന് പറയുന്ന എത്ര ജൂളാണ്? 3.6 into 10⁻⁶ ജൂളാണ് 1 കിലോവാട്ട് അവർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഇവിടെ മാച്ച് ചെയ്യാൻ മാത്രമല്ല, നിങ്ങൾ പൊതുവായിട്ടൊന്ന് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് പല ക്വസ്റ്റ്യൻസിലും ഇത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ട് വരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 1 കിലോവാട്ട് അവർ ഈക്വൽ ടു ഡാഷ് ജൂൾ എന്ന് പറഞ്ഞ് വരെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക 1 കിലോവാട്ട് അവർ എന്ന് പറഞ്ഞാൽ 3.6 into 10⁻⁶ ജൂളാണ്. അത് എങ്ങനെയാണ് വരുന്നതെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ അത് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ഇനി ബാക്കിയുള്ള എന്താണ്? 1 ഹോഴ്സ് പവർ മാത്രമേ ഉള്ളൂ. 1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 746 വാട്ട് ആണ്
1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും കിട്ടിയല്ലോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്ഷൻസ് ഒന്ന് അനലൈസ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ആൻസേഴ്സ് കിട്ടി അല്ലേ. അപ്പം നമുക്ക് നോക്കിയാലോ, ഈ ആൻസേഴ്സ് വരുന്നത് 1A വരുന്നത് അല്ലേ. 1A, പിന്നെ 2C ആണല്ലേ, 1A 2C. ദെൻ 3 വന്നിരിക്കുന്ന എവിടെയാണ്? ബിയിലാണ് അല്ലേ. അപ്പം നിങ്ങൾ നോക്കിയാൽ 1A 2C 3B ആൻഡ് 4 വന്നിരിക്കുന്ന എവിടെയാണ്? ഡിയിലാണ് അല്ലേ. അതായത് 1A 2C 3B ആൻഡ് 4D അല്ലേ. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചു, ഒന്ന് അനലൈസ് ചെയ്താൽ കിട്ടാവുന്ന ഒരു ആൻസർ അല്ലേ ഉള്ളൂ ഇത്. മാച്ച് ദ ഫോളോയിങ് എളുപ്പമുള്ള ആൻസർ അല്ലായിരുന്നോ? 2018 RRB ALPയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം മനസ്സിലായല്ലോ ഇത്തരം കോൺസെപ്റ്റ്സിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഇങ്ങനെ വേണം നമ്മൾ പഠിക്കാനായിട്ട്. കോൺസെപ്റ്റ്സ് നന്നായിട്ട് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻസ് മാക്സിമം എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത എന്താ നോക്കിയേ. അടുത്തതും RRB ALPയിൽ ചോദിച്ചിട്ടുള്ള 2018 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ എന്താണ്. എ ബോൾ വെയിങ് 0.1 kg ഈസ് ഡ്രോപ്ഡ് ഫ്രം എ സ്റ്റേഷനറി പൊസിഷൻ when it falls from a distance of 2 meters, then what will be the work done by the force of gravity എന്നുള്ളതാണ്. അതായത് നമ്മൾ 0.1 kg മാസ് ഉള്ള ഒരു ബോൾ ഒരു നിശ്ചിത ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ ഹൈറ്റ് തന്നിട്ടുണ്ട്, എത്രയാണ്? 2 meters എന്ന് ഹൈറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ചെയ്യുന്ന വർക്ക് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കിയാലോ. മാസ് തന്നിട്ടുണ്ട് അല്ലേ. ബോളിന്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? 0.1 kg എന്ന് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ നമ്മൾ നോക്കിയേ, പിന്നെ എന്താ തന്നിരിക്കുന്നത്? ഹൈറ്റ് തന്നിട്ടുണ്ട് അല്ലേ, 2 meter ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അല്ലേ. അപ്പം ഇവിടെ പിന്നെ നമുക്ക് വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ അറിയാലോ. എന്താണ് ഇക്വേഷൻ? നമുക്കറിയാം mgh ആണ് അല്ലേ. mgh ആണ്. വേർ g m മാസ് ആണ്, g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, h എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് ആണ് അല്ലേ. സോ നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്? 9.8 m/s² ആണല്ലേ. അപ്പം അതെല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വർക്ക് എന്താ കിട്ടുന്നത്? മാസ് 0.1 ഇൻറ്റു ജി എത്രയാണ്? 9.8 ആണ് അല്ലേ. ഇൻറ്റു 9.8 ഇൻറ്റു ഹൈറ്റ് എത്ര കിട്ടി? 2 എന്ന് കിട്ടി അല്ലേ. അപ്പം നമുക്കറിയാം ഡെസിമൽ ഉള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എളുപ്പമാർഗ്ഗം എന്താണ്? ഡെസിമൽ ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ആൻസറിൽ നമ്മൾ എത്ര പ്ലേസ് ആണോ നോക്കി അത്രയും പ്ലേസ് മാറ്റി ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പം നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഡെസിമൽ ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എത്ര കിട്ടും? 98 ഇൻറ്റു 2 അല്ലേ കിട്ടുന്നത്. അപ്പം എത്ര കിട്ടും? 196 എന്ന് കിട്ടും അല്ലേ. 196. ഇനി നിങ്ങൾ നോക്കിയേ, നമ്മുടെ ആൻസറിൽ എത്ര ഡെസിമൽ പ്ലേസ് മാറ്റിയാണ്? 1, 2 അല്ലേ. ഇവിടെ നമ്മുടെ 2 പ്ലേസ് മാറ്റിയാണ് നമ്മൾ എന്തിട്ട് കൊടുക്കേണ്ടത്? ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾ നോക്കണം, ഡെസിമൽ ഇല്ലാതെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ആൻസറിൽ എത്ര പ്ലേസ് മാറിയാണ് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് നോക്കണം. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 1, 2 പ്ലേസ് മാറി ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക എന്ന് പറയുമ്പം 2 പ്ലേസ് എന്ന് പറയുമ്പോൾ 1, 2. അപ്പം നമുക്ക് എത്ര ആൻസർ കിട്ടും? 1.96 എന്ന് ആൻസർ കിട്ടും അല്ലേ. 1.96. പിന്നെ നമ്മളിവിടെ എന്താ കണ്ടുപിടിച്ചത്? വർക്ക് ആണ്. അപ്പം അതിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂൾ വരും. സോ 1.96 ജൂൾ എന്ന് വരും അല്ലേ. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ്. 1.96 ജൂൾ ആണ്. മനസ്സിലായല്ലോ എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത്? നമുക്ക് കോൺസെപ്റ്റ് അറിയാം, അത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെയും ചെയ്യേണ്ടത്. അപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എ സൗണ്ട് വേവ് ഹാസ് എ ഫ്രീക്വൻസി ഓഫ് 3.5 kilohertz and its wavelength is 0.1 meter. So how much time required to cover a distance of 700 meters എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സൗണ്ട് വേവിന്റെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്, വേവ് ലെങ്തും തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇവിടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, 700 meters കവർ ചെയ്യാൻ ആ സൗണ്ട് വേവ് എടുക്കുന്ന ടൈമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ.
സോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതിയാലോ. ഫ്രീക്വൻസി ന്യൂ എത്ര തന്നിട്ടുണ്ട്? ഫ്രീക്വൻസി ന്യൂ എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട് ഇവിടെ? 3.5 കിലോ ഹെഡ്സ് ആണ് തന്നിട്ടുണ്ട് അല്ലെ. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3.5 കിലോ ഹെഡ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അത് എടുത്തെഴുതുക. ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു 3.5 കിലോ ഹെഡ്സ്. അപ്പൊ നമുക്ക് ഇതിനെ എന്തിലോട്ട് മാറ്റാം? ഹെഡ്സിലോട്ട് മാറ്റിയിട്ട് വേണം പ്രോബ്ലം ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം കിലോ ഹെഡ്സിനെ ഹെഡ്സിലോട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ഒരു 1000 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ. ഇത്തരം കൺവേർഷൻസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓർക്കുക, കിലോ ഹെഡ്സിനെ ഹെഡ്സിലോട്ട് മാറ്റണമെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 3500 ഹെഡ്സ് എന്ന് കിട്ടും അല്ലെ. 3500 ഹെഡ്സ് എന്ന് നമുക്ക് ഫ്രീക്വൻസി കിട്ടും. ദെൻ വേവ് ലെങ്ത് എത്ര തന്നിട്ടുണ്ട്? വേവ് ലെങ്ത് 0.1 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. വേവ് ലെങ്ത് 0.1 മീറ്റർ അല്ലെ. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി ഈക്വൽ ടു ന്യൂ ലാംഡ. ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? വെലോസിറ്റി ഈക്വൽ ടു ന്യൂ ലാംഡ എന്നുള്ളത്. വെലോസിറ്റി ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് അല്ലേ. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പൊ വെലോസിറ്റി ഈക്വൽ ടു ന്യൂ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയത്? 3500 എന്ന് കിട്ടി. ഇൻറ്റു ലാംഡ എത്ര ഉണ്ട് ഇവിടെ? 0.1 ഉണ്ട് അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 350 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും അല്ലേ. വെലോസിറ്റി എന്ന് പറയുന്നത് 350 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി നമുക്കറിയാം, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? ടൈം ആണ് അല്ലേ. പിന്നെ അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ എന്തൊക്കെയുണ്ട്? വെലോസിറ്റി ഉണ്ട്, ഡിസ്റ്റൻസും ഉണ്ട്. വെലോസിറ്റിയും ഡിസ്റ്റൻസും അറിയാമെങ്കിൽ നമുക്ക് ടൈം കണ്ടുപിടിക്കാൻ പറ്റത്തില്ലയോ? ഏതാണ് ഇക്വേഷൻ? വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് എഴുതാം. അറിയാലോ, വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സോ ടൈം എന്തെന്ന് എഴുതാം നമുക്ക്? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഈ ഇക്വേഷനിൽ നിന്ന് വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ഈ ഇക്വേഷനിൽ നിന്ന് ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി എന്ന് എഴുതാൻ പറ്റത്തില്ലേ? ചെയ്യുമ്പോഴത്തെ എന്ത് കിട്ടും? ഡിസ്റ്റൻസ് എത്ര തന്നിട്ടുണ്ട് നമുക്ക്? 700 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. 700. വെലോസിറ്റി നമുക്കിപ്പോൾ ഇവിടെ എത്ര കിട്ടി? 350 എന്ന് കിട്ടി അല്ലേ. അപ്പം നമുക്ക് ഈ സീറോയും ക്യാൻസൽ ചെയ്യാം. 70/35 എത്രയാണ്? 2 ആണ് അല്ലേ. 2 ആണ് ആൻസർ. നമ്മളിവിടെ എന്താ കണ്ടുപിടിച്ചത്? ടൈം ആണ് കണ്ടുപിടിച്ചത് അല്ലേ. ടൈം ആയതുകൊണ്ട് യൂണിറ്റ് എന്ത് വരും? സെക്കൻഡ് വരും അല്ലേ. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് വന്നു? ഓപ്ഷൻ ഡി ആണ്. 2 സെക്കൻഡ് എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ എങ്ങനെയാ ചെയ്യുന്നത്? കണക്റ്റിംഗ് ഇക്വേഷൻസ് അറിയണം, ഫാക്റ്റുകൾ അറിയണം, അത് അപ്ലൈ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ ഇതും നിങ്ങൾ നോക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2018 RRB ALP ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ. When a potential difference of 140 volt applied to a resistance of 10 ohm, calculate the amount of flowing current through it. അല്ലേ? ഓക്കെ, എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോയിങ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കുക, പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ നോക്കി ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. സോ നമ്മൾ നോക്കുക എന്തൊക്കെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ് തന്നിരിക്കുന്നത്? 140 വോൾട്ട് എന്നാണ് തന്നിരിക്കുന്നത്. 140 വോൾട്ട് അല്ലേ. ദെൻ റെസിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത്? 10 ഓം എന്നുള്ളതാണ് റെസിസ്റ്റൻസ് തന്നിരിക്കുന്നത്. നമുക്ക് കറണ്ട് ഫ്ലോയിങ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ് അതാണ് കണ്ടുപിടിക്കേണ്ടത്. എമൗണ്ട് ഓഫ് കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം അക്കോർഡിംഗ് ടു ഓംസ് ലോ V ഈക്വൽ ടു RI എന്ന് എഴുതാൻ നമുക്കറിയാലോ. ഓംസ് ലോ ഇക്വേഷൻ V ഈക്വൽ ടു IR അല്ലെങ്കിൽ V ഈക്വൽ ടു RI എന്നുള്ള ഇക്വേഷൻ അറിയാം അല്ലേ. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കറണ്ട് ആണ്. അപ്പൊ നമ്മൾ I ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? V/R എന്ന് എഴുതാനായിട്ട് സാധിക്കും. സോ V എത്രയാണ് നമ്മൾ അപ്ലൈ ചെയ്തത്? 140 ഡിവൈഡഡ് ബൈ R എത്രയാണ് തന്നിരിക്കുന്നത്? 10 ആണ് അല്ലേ. അപ്പം സീറോയും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 14 എന്ന് കിട്ടും അല്ലേ. 14 എന്ന് കിട്ടും. നമ്മളിവിടെ എന്താ കണ്ടുപിടിച്ചിരിക്കുന്നത്? കറണ്ട് ആണ് അല്ലേ. അപ്പം അതിൻ്റെ യൂണിറ്റ് എന്ത് വരും? ആംപിയർ എന്ന് വരും. സോ ആൻസർ എത്ര വരും? 14 ആംപിയർ. 14 ആംപിയർ എന്നുള്ളതാണ് ഇവിടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? കോൺസെപ്റ്റ് മനസ്സിലായല്ലോ? അപ്പം ഇത്രയേ ഉള്ളൂ.
അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അതായത് കോൺസെപ്റ്റ്സ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക, അതിനുശേഷം അത് പ്രോബ്ലത്തിലോട്ട് അപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇതിനായിട്ടൊരു പ്രോപ്പർ ഗൈഡൻസ് തരാനായിട്ട് ടീം CCയിൽ ഒരു ബാച്ച് RRB ALP ബാച്ച് റണ്ണിങ് ആണ്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയാമോ? ലൈവ് ക്ലാസ്സസ്. ലൈവ് ക്ലാസ്സസ് എന്ന് വെച്ചാൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ നിങ്ങളെ ക്വസ്റ്റ്യൻസ് ഇതുപോലെയുള്ള PYQയും അഡീഷണൽ ക്വസ്റ്റ്യൻസും എല്ലാം പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഓരോ കോൺസെപ്റ്റിൽ ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ കോൺസെപ്റ്റ്സും പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റും ക്ലിയർ ആവും. പിന്നെ ആ ക്വസ്റ്റ്യനും കൂടി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആവും കേട്ടോ. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മാറും. അപ്പോൾ എന്താണ്, ഇത്തരത്തിലുള്ള ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനമായിരിക്കും. കാരണം നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നാലും ഈ ലൈവ് സെഷൻ ആയതുകൊണ്ട് ഡൗട്ട്സ് വന്നാൽ അപ്പം തന്നെ നിങ്ങൾക്ക് ടീച്ചേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ള ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ എന്നുള്ളത് തന്നെയാണ് ലൈവ് സെഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ഫീച്ചറാണ് ലൈവ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സിലബസിനനുസരിച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ അവിടെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് ഉണ്ടാവും. ദെൻ എന്താണ്, PDF നോട്ട്സ് ഉണ്ടാകും. നിങ്ങൾക്ക് PDF നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. പിന്നെ മെൻറ്റർഷിപ്പ് സപ്പോർട്ട് അല്ലേ, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ഗൈഡൻസ് വളരെയധികം ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഡൗൺ ആയിപ്പോയി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിത് കിട്ടുമോ അല്ലെങ്കിൽ എനിക്കിത് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിത്തം ശരിയാവില്ല അല്ലേ. അപ്പോൾ അപ്പോഴൊക്കെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടും പ്രോപ്പറായിട്ട് ഇന്നതൊക്കെയാണ് പഠിക്കേണ്ടത്, അല്ലെ ഈ ഒരു പോർഷനിൽ നിന്നൊക്കെ കൂടുതൽ പഠിക്കുക എന്നൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വീക്ക്ലി റിവിഷൻ എക്സാംസ് എന്നുള്ള വലിയൊരു ഫീച്ചറാണ്. കാര്യം നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റണം അല്ലേ. ഇപ്പം നിങ്ങൾ കണ്ടില്ല, നമുക്ക് കോൺസെപ്റ്റ് ഒക്കെ അറിയാം, പക്ഷെ അത് പ്രോബ്ലത്തിലോട്ട് അല്ലെ ക്വസ്റ്റ്യൻസിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രയോജനവും ഇല്ലല്ലേ നമ്മൾ പഠിക്കുന്നതിന്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് അതിനെ അപ്ലൈ ചെയ്യാനായിട്ട് അറിയണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു സെൽഫ് അനാലിസിസ് ചെയ്യണം. അപ്പോൾ അതിന് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് ഈ വീക്ക്ലി റിവിഷൻ എക്സാം എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ നിങ്ങൾ പഠിച്ച ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു എക്സാം രൂപത്തിൽ തരുമ്പോൾ ആ ഒരു കൃത്യമായ ടൈമിനുള്ളിൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ പോർഷനിൽ നിന്നാണ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്, ഏതൊക്കെ പോർഷൻസ് ആണ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ഏതാണ് കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന എവിടെ നിന്നാണ്, റിവിഷൻ എക്സാമിൽ നിന്നാണ്. അതുപോലെയാണ് ടൈം മാനേജ്മെൻറ്റ്. കൃത്യമായ സമയത്തിനുള്ളിൽ നമുക്ക് ഇത് എഴുതി തീർക്കാൻ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സിലോട്ട് എത്താൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന എവിടെ നിന്നാണ്, റിവിഷൻ എക്സാമിലൂടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫീച്ചർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും കേട്ടോ. സോ നെക്സ്റ്റ് എന്താണ്, മോഡൽ എക്സാംസ് ആണ്. മോഡൽ എക്സാം എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാം ഫൈനൽ എക്സാം പാറ്റേണിൽ അതേ എക്സാം പാറ്റേണിൽ അതേ ടൈം ലിമിറ്റിൽ അതേ സമയത്തിൽ അതേ പാറ്റേണിലായിരിക്കും നിങ്ങൾക്കായിട്ട് മോഡൽ എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ മോഡൽ എക്സാം എഴുതുന്നതിലൂടെ നമുക്കറിയാം എല്ലാം നമ്മുടെ സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്ത് എല്ലാ ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ. അപ്പം നമുക്ക് മനസ്സിലാവും നമുക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മൾ പഠിച്ച് അല്ലെ ഒരു കരയ്ക്ക് എത്തിയോ, നമുക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമുക്ക് ധൈര്യമായിട്ട് ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന എവിടുന്നാ, മോഡൽ എക്സാമിൽ നിന്ന് അല്ലേ. മോഡൽ എക്സാം ഒക്കെ എഴുതി സെറ്റായിട്ട് നിങ്ങൾ എക്സാം ഹോളിലോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസും അല്ലേ, നമുക്ക് ഒരു നല്ല എബിലിറ്റി ഉണ്ടാകും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആൻസേഴ്സ് കണ്ടുപിടിക്കാനും അല്ലേ. കാരണം അത്രയും കണ്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ അത്രയും കോൺഫിഡൻസ് നിങ്ങൾക്ക് കൂടുകയേ ചെയ്യത്തുള്ളൂ. അപ്പോൾ മോഡൽ എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യമാണ്. എക്സാമിൻ്റെ അതേ സമയത്തിൽ അതേ പാറ്റേണിൽ ഒരുപാട് മോഡൽ എക്സാം എഴുതി ശീലിച്ച് കഴിഞ്ഞിട്ട് എക്സാം ഹോളിലോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഫൈനൽ എക്സാം വിചാരിക്കുന്നത് പോലെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ ഫീച്ചറുകളുമായിട്ട് CC RRB ALPയുടെ ഒരു ബാച്ച് റണ്ണിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ വെറുതെ പഠിച്ചാൽ പോരാ, നമുക്ക് നമ്മുടെ ഒരു ബിസി ലൈഫിൽ ഒരു ബിസി ഷെഡ്യൂളിൽ ഇത്രയും കാര്യങ്ങളൊക്കെ കവർ ചെയ്യുക എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമായിരിക്കത്തില്ല. അപ്പം നിങ്ങളെ അതിനായിട്ട് ടീം CC ഹെൽപ്പ് ചെയ്യും കേട്ടോ. ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും ഏതൊക്കെ ടോപ്പിക്സ്. നിങ്ങൾക്ക് അറിയാം എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകുക എന്നുള്ളത് പ്രാക്ടിക്കലായിട്ടൊരു കാര്യമല്ല. അതും കുറഞ്ഞ സമയത്തിനുള്ളിലൊക്കെ എല്ലാം പഠിച്ചിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ വേണ്ടത് അറിഞ്ഞ് പഠിക്കാൻ CCയിലെ ടീച്ചേഴ്സ് നിങ്ങളെ സഹായിക്കും. ഇത്ര എല്ലാ ഫീച്ചറുകളുമായിട്ട്, അതായത് നിങ്ങൾക്ക് എക്സാം നല്ല രീതിയിൽ എഴുതാൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം ഇവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഞാൻ ഈ പറഞ്ഞ പോലെ ലൈവ് സെഷൻസും
റിവിഷൻ എക്സാമുകളും അതുപോലെ മോഡൽ എക്സാമുകളും നോട്ട്സും റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസും മെൻറ്റർഷിപ്പ് സപ്പോർട്ടും ഒക്കെ എത്രമാത്രം ഗുണം ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് എക്സാമിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം വളരെ ഇഫക്റ്റീവായിട്ട് ഈ എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇനി ഒട്ടും വൈകേണ്ട, നമ്മുടെ മുമ്പിൽ സമയം കുറവാണെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, പ്രിപ്പറേഷൻ ഉഷാറാക്കുക. അപ്പോൾ അത് പഠിക്കാനായിട്ട് നിങ്ങൾ ആ ഒരു ഗൈഡൻസിന് നിങ്ങൾക്ക് ടീം CC ആവശ്യമുണ്ടെന്നറിയാം. സോ ആവശ്യമുള്ളവരെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ പറഞ്ഞത് മറക്കണ്ട, ഇനി വൈകണ്ട, നമ്മുടെ മുന്നിൽ അധികം സമയമില്ല. പെട്ടെന്ന് തന്നെ കോഴ്സിന് ജോയിൻ ചെയ്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് എക്സാം എഴുതി എക്സാം ക്രാക്ക് ചെയ്യാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്